ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് ഒക്ടോബർ മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ ബാലസാഹിത്യം വിഭാഗം ആരാണ് എഴുതിയത്? ഒരു കുടയും കുഞ്ഞു പെങ്ങളും, ഇത് എഴുതിയതാരാണ്? മുട്ടത്ത് വർക്കി. ഓക്കെ. രണ്ടാമത്തത്, മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ബ്രാൻഡിയുടെ പേര്. ഓക്കെ, മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ബ്രാൻഡിയുടെ പേരാണ് മിന്നൽ മാജിക്. എന്താണ് മിന്നൽ മാജിക്? മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചു ആർക്കാണ്? മുതിർന്ന മാധ്യമ പ്രവർത്തകനായ മലയങ്കീഴ് ഗോപാലകൃഷ്ണന് കിട്ടി. എന്ത്? സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹ്യൂഗ് ഗ്രാൻസർ ഏത് രംഗത്തെ പ്രശസ്തനായ ആളാണ്? 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹ്യൂഗ് ഗ്രാൻസർ സഞ്ചാര സാഹിത്യകാരനാണ്. സഞ്ചാര സാഹിത്യം. ഹ്യൂഗ് ഗ്രാൻസറിന് 2025 എന്ത് ലഭിച്ചിരുന്നു? പത്മശ്രീ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂഗ് ഗ്രാൻസർ സഞ്ചാര സാഹിത്യകാരനാണ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ചു. ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ കേരളീയനായ അമ്പയർ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? KN അനന്തപത്മനാഭനാണ്. KN അനന്തപത്മനാഭൻ. കേരളത്തിൻ്റെ മുൻ രഞ്ജി നായകനാണ് അനന്തപത്മനാഭൻ. ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിൽ കേസ് വ്യക്തിപരമായി വാദിക്കുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ്. അടുത്ത, പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര്. ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. എന്താണ്? ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. എവിടാണിത്? പഞ്ചാബിലാണ്. ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരാണ്. 68ാമത് ഗ്രാമി അവാർഡിലെ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഏതാണ്? 68ാമത് ഗ്രാമി അവാർഡിൽ ആൽബം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാഡ് ബണ്ണിയുടെ ഡെപ്തിറർ MS ഫോട്ടോസ് ആണ്. ബാഡ് ബണ്ണിയുടെ ഡെപ്തിറർ MS ഫോട്ടോസ്. ബാഡ് ബണ്ണിയുടെ ഡെപ്തിറർ MS ഫോട്ടോസ്. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പ് പുറത്തിറക്കുന്ന അതായത് സ്മാരക സ്റ്റാമ്പുകളിൽ അല്ലേ, കേരളത്തിൽ നിന്നുള്ള 80 സ്മാരക സ്റ്റാമ്പുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് ഏതാണ്? പാവക്കഥകളിയാണ്. പാവക്കഥകളി. T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളറായി ചരിത്രം സൃഷ്ടിച്ച ക്രിക്കറ്റ് താരം ആരാണ്? റാഷിദ് ഖാൻ ആണ്. അഫ്ഗാനിസ്ഥാൻകാരനാണ് റാഷിദ് ഖാൻ. 2 ഡ്വെയ്ൻ ബ്രാവോ. 3 സുനിൽ നരേൻ.